കലൂരിൽ പെൺകുട്ടികളെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി അക്ബർ അലിയെ പിടികൂടാനാകാതെ പോലീസ് ക്രിമിനൽ പശ്ചാത്തലവും ദുരൂഹമായ കച്ചവട ഇടപാടുകളും സംശയിക്കുന്ന പ്രതി ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. 12 പ്രതികളുള്ള കേസിൽ 3 പേർ മാത്രമാണ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത്. സ്ത്രീ സുരക്ഷയെ നോക്കുകുത്തിയാക്കി കൊച്ചിയിൽ 2 പെൺകുട്ടികൾ ആക്രമിക്കപ്പെട്ടിട്ട് 2 ദിവസം കഴിഞ്ഞു. ആകെ പ്രതികൾ 12. പ്രതികളിൽ 2 പേർ പെൺകുട്ടികൾ. ഇതുവരെ പിടികൂടിയത് ആകെ 3 പേരെ. പാലക്കാട് സ്വദേശികളായ ആൽവിൻ, അരുൺ, സാബിത്ത് എന്നിവർ. പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച അക്ബർ അലി എന്ന 1-ാം പ്രതിയെ ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഇയാൾ ഒളിവിൽ തുടരുകയാണ്. ദേശാഭിമാനി റോഡിൽ ഹോട്ടൽ നടത്തുന്നയാളാണ് അക്ബർ അലി. ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇയാളുടെ കച്ചവട ഇടപാടുകളും സംശയാസ്പദമായിരുന്നു. ഇതിൽ 1-ാം പ്രതിയായിട്ടുള്ള അക്ബർ അലി എന്ന ആളുടെ ബിസിനസ് ഡീലിംഗ്സിനെ കുറിച്ചിട്ട് നമുക്ക് വളരെയധികം ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ട് വന്നിട്ടുള്ളത്. നമ്മൾ അതിന് തുടർ നടപടികളായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതും കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. അപ്പോൾ നമ്മൾ തുടർ നടപടികളായിട്ട് മുമ്പ് കേസുള്ള വൃത്തിയാണ്. ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കി ചെയ്യാനുള്ളതാണ്. പ്രതികളെ തിരിച്ചറിഞ്ഞെന്നും ഉടൻ പിടികൂടുമെന്നുമുള്ള പോലീസിന്റെ അവകാശവാദം യാഥാർത്ഥ്യമായില്ല. കൂടുതൽ അറസ്റ്റുകളും ഉണ്ടായിട്ടില്ല. തുടക്കത്തിൽ പരാതി പോലീസ് ഗൗരവമായി എടുത്തില്ലെന്നും പുലർച്ചെ റോഡിലിറങ്ങി നടന്നതെന്തിനെന്ന് പെൺകുട്ടികളോട് ചോദിച്ചതായും പോലീസിനെതിരെ ആക്രമിക്കപ്പെട്ട പെൺകുട്ടികളുടെ സുഹൃത്തുക്കൾ പരാതിപ്പെട്ടിരുന്നു. ഇതും അന്വേഷിക്കുമെന്നായിരുന്നു കൊച്ചി DCPയുടെ ഉറപ്പ്. പുതിയ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം സ്ത്രീ സുരക്ഷയെ ചോദ്യം ചെയ്യുന്ന സംഭവമുണ്ടായിട്ട് പ്രതികളെ പിടികൂടാനാവാത്തത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയെന്നാണ് വിമർശനം. ജനം, കൊച്ചി.